Hi guys, welcome to my YouTube channel Ala Talks. ലോകത്തെ മുഴുവൻ തൻ്റെ കാലുകളിലേക്ക് നോക്കാൻ പ്രേരിപ്പിച്ച ഒരാളുണ്ട്. ലോകം മുഴുവൻ ഉറ്റുനോക്കിയിരുന്ന ചില നിമിഷങ്ങൾ. ഒരു ചീറ്റപ്പുലിയേക്കാൾ വേഗത്തിൽ ട്രാക്കിലൂടെ കുതിച്ചോടിയ ഒരു മനുഷ്യൻ. ലോകം അയാളെ അമാനുഷികൻ എന്ന് വിശേഷിപ്പിച്ചു. ചരിത്രത്തിന്റെ ഗതികൾക്കുമൊക്കെ അപ്പുറത്ത് അതിവേഗം ദ്രുതഗതിയിൽ ആ മനുഷ്യൻ കുതിച്ചു പാഞ്ഞുകൊണ്ടിരുന്നു. യെസ്, none other than the fastest man in the world, ഉസൈൻ ബോൾട്ട്. ജമൈക്കയുടെ ദാരിദ്ര്യത്തിന്റെ നിഴലിൽ നിന്ന് റെക്കോർഡുകളിലേക്ക് ഉയർന്നു വന്ന കായിക താരം. ഉസൈൻ ബോൾട്ടിന്റെ ജീവിതത്തിലൂടെ കടന്നുപോയപ്പോൾ ഉസൈൻ ബോൾട്ടും നായ്ക്കളും തമ്മിലുള്ള ഒരു റേസിനെ കുറിച്ച് അറിയുകയുണ്ടായി. സ്വതവേ മടിയനായിട്ടുള്ള ഉസൈൻ ബോൾട്ട് രാവിലെ സ്കൂളിൽ പോകാൻ കുറച്ച് പ്രശ്നമാണ്. സ്കൂളിലേക്ക് പോകാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും സമയം വല്ലാതെ വൈകിയിരിക്കും. അപ്പൊ വേറെ വഴിയൊന്നുമില്ല, ഓടുക തന്നെ. ഉസൈൻ ബോൾട്ട് വെച്ച് പിടിച്ച് സ്കൂളിലേക്ക് ഓടും. ഉസൈൻ ബോൾട്ടിന്റെ പുറകെ അവിടെ ഒരു നായ്ക്കുട്ടിയുണ്ട്, അതും ഓടും. ഉസൈൻ ബോൾട്ടിനെ ചേസ് ചെയ്ത് ഈ നായ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഉസൈൻ ബോൾട്ടിന്റെ വേഗത ഒന്നുകൂടി വർദ്ധിക്കും. പട്ടി കടിച്ചാലോ എന്നൊരു പേടി കുട്ടിയായ ബോൾട്ടിനുണ്ടായിരുന്നു. ഉസൈൻ ബോൾട്ട് ഓടി 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 കൃത്യസമയമാകുമ്പോൾ അവൻ അവന്റെ സ്കൂളിലേക്ക് എത്തുന്നു. ക്രിക്കറ്റിനോട് വലിയ താല്പര്യമായിരുന്നു ചെറുപ്പകാലങ്ങളിൽ ഉസൈൻ ബോൾട്ടിന്. ആ സമയത്ത് ബോൾട്ടിന്റെ കായിക അധ്യാപകൻ ഒരു കാര്യം ശ്രദ്ധിക്കുകയുണ്ടായി. ഫാസ്റ്റ് ബൗളർ ആയിട്ടുള്ള ഉസൈൻ ബോൾട്ടിന് കുറച്ചുകൂടി മികച്ച രീതിയിൽ തന്റെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാനായി കഴിയും. ഇത് ശ്രദ്ധിച്ച അധ്യാപകൻ ഉസൈൻ ബോൾട്ടിനോട് ട്രാക്കിൽ ഇറങ്ങി ഓടാനായി പറഞ്ഞു. ഉസൈൻ ബോൾട്ട് മടിച്ചു നിന്നു. ആ സമയത്ത് തന്റെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണപ്പൊതി കാണിച്ചിട്ട് ഉസൈൻ ബോൾട്ടിനോട് പറഞ്ഞു, നീ ഈ ട്രാക്കിലൂടെ ഓടുകയാണെങ്കിൽ ഈ ഭക്ഷണപ്പൊതി ഞാൻ നിനക്ക് തരാം. അന്ന് എന്തോ നിർഭാഗ്യവശാൽ ഉച്ചഭക്ഷണം എടുക്കാൻ ബോൾട്ട് മറന്നുപോയി. വേറെ വഴിയില്ല, വല്ലാതെ വിശക്കുന്നുമുണ്ട്. കൂടെ ഒരു എതിരാളിയെയും കാണിച്ചു കൊടുത്തു. നിങ്ങൾ രണ്ടുപേരും മത്സരിക്കുക, ആ മരത്തിന്റെ അപ്പുറത്ത് ആദ്യം എത്തുന്നതാരാണോ അവരാണ് വിജയി. ഓക്കെ, ശരി, ബോൾട്ട് സമ്മതിച്ചു. ബോൾട്ട് അത്യുത്സാഹത്തോടെ എന്നൊന്നും പറയാനില്ല, വേറെ നിവൃത്തിയില്ലാതെ ഗതികേട് കൊണ്ട് ഓടാൻ തീരുമാനിച്ചു. ബോൾട്ട് ഓടി കുറച്ചു കഴിഞ്ഞപ്പോൾ തന്റെ എതിരാളി കുറച്ചധികം മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞു. ബോൾട്ട് ഒന്ന് തിരിഞ്ഞു നോക്കി. കായികാധ്യാപകൻ തന്റെ കയ്യിലുള്ള ഭക്ഷണപ്പൊതി കാണിച്ചു. ഉസൈൻ ബോൾട്ടിന്റെ കാലുകൾക്ക് വേഗതയേറി. ആ റേസ് സ്വാഭാവികമായി ആര് ജയിച്ചിട്ടുണ്ടാകും? അതെ, ബോൾട്ട് ജയിച്ചു. അവൻ ആ ഭക്ഷണപ്പൊതി സ്വന്തമാക്കി. അവിടെ നിന്നാണ് ബോൾട്ടിന്റെ തുടക്കം എന്ന് പറയാൻ കഴിയില്ല. അവിടെയും ബോൾട്ടിന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല ഒരു ലോകപ്രശസ്ത കായിക താരമാകണമെന്നോ അല്ലെങ്കിൽ റേസിലേക്ക് ട്രാക്കിലേക്ക് ഇറങ്ങി ചെല്ലണമെന്നോ ഒന്നും ബോൾട്ടിന് ആഗ്രഹമുണ്ടായിരുന്നില്ല. മനസ്സ് നിറയെ ക്രിക്കറ്റും ഫുട്ബോളുമായിരുന്നു. 1996 അറ്റ്ലാന്റ ഒളിമ്പിക്സ് ഉസൈൻ ബോൾട്ട് ടിവിയിൽ ഇങ്ങനെ ആകാംക്ഷയോടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴതാ മൈക്കൽ ജോൺസൺ ട്രാക്കിലൂടെ അതിവേഗം ഓടിക്കൊണ്ടിരിക്കുന്നു. കാണികൾ നിറഞ്ഞ് കൈയടിക്കുന്നു. ആ സമയത്ത് ബോൾട്ടിന് തോന്നി, യെസ്, ഈ ട്രാക്കിൽ എനിക്കും ഓടണം, ഈ ട്രാക്കിൽ എനിക്കും ഓടണം, ആ വിജയക്കുതിപ്പ് എനിക്കും അനുഭവിക്കണം, ആ കയ്യടികൾ എനിക്കും വേണം. അതായിരുന്നു ബോൾട്ടിന്റെ ജീവിതത്തിലെ ആ വഴിത്തിരിവ്. തന്റെ 15ാമത്തെ വയസ്സിൽ ലോകത്തിലെ ദി യങ് ചാമ്പ്യൻഷിപ്പ് അവാർഡ് ഗോൾഡ് മെഡൽ ഉസൈൻ ബോൾട്ട് കരസ്ഥമാക്കുകയുണ്ടായി. ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ പയ്യെ പയ്യെ ചുവടുവെച്ച് വരികയാണ്. ട്രാക്കിലൂടെ കുതിച്ചോടി തന്റെ വേഗത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്.
തന്റെ 17ാമത്തെ വയസ്സിൽ ബോൾട്ട് തിരിച്ചറിഞ്ഞു വലിയൊരു രോഗം തന്നെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്കോളിയോസിസ് എന്ന് പറയുന്ന ആ അസുഖം തന്നെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. നട്ടെല്ല് എസ് ആകൃതിയിൽ വളഞ്ഞുകൊണ്ടിരിക്കുന്ന അസുഖമാണത്. ബോൾട്ടിന് മനസ്സിലായി തന്റെ ആഗ്രഹങ്ങളൊക്കെ നിഷ്ഫലമാകാൻ പോവുകയാണ്. ബോൾട്ട് അതിന് തയ്യാറായിരുന്നില്ല. തന്റെ ബുദ്ധിമുട്ടുകളെ അഡ്വാൻറ്റേജുകളാക്കാൻ ബോൾട്ട് തീരുമാനിച്ചു. He decided to make his pain as advantages. തന്റെ ശരീരസ്ഥിതി അനുസരിച്ച്, ബോഡി സ്ട്രക്ചർ അനുസരിച്ച് ബോൾട്ട് തനിക്ക് ആവശ്യമുള്ള രീതിയിൽ വ്യായാമ മുറകളെല്ലാം ക്രമീകരിച്ചു. അങ്ങനെയാണ് ബോൾട്ടിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വേദിയിലേക്ക് ബോൾട്ട് കടന്നു ചെല്ലുന്നത്. അത് ബോൾട്ടിന്റെ ആദ്യത്തെ ഒളിമ്പിക്സ് ആണ്, ഏതൻസിലെ ഒളിമ്പിക്സ്. അത് ബോൾട്ടിന്റെ ജീവിതത്തിലെ ഒരു പരാജയമായിരുന്നു, ഒരു തുടക്കമായിരുന്നു യഥാർത്ഥത്തിൽ. അത് ഉസൈൻ ബോൾട്ടിനെ സംബന്ധിച്ച് തന്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒളിമ്പിക്സ് ആയിരുന്നു. ആദ്യത്തെ ഒളിമ്പിക്സ് വിജയങ്ങളൊന്നും രേഖപ്പെടുത്താതെ വേദനകൾ മാത്രമായി അവശേഷിച്ചു. But still, Bolt believed in those principles. The pain is an advantage. എൻ്റെ വിഷമങ്ങൾ, എൻ്റെ സങ്കടങ്ങൾ, എൻ്റെ ദാരിദ്ര്യം ഇതൊക്കെ അഡ്വാൻറ്റേജസ് ആക്കി മാറ്റണം. ബോൾട്ടിന്റെ ജീവിതത്തിൽ ഉടനീളം കാണാൻ കഴിയുന്നതും ഇത് തന്നെയാണ്. ബോൾട്ട് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ എന്നെ ട്രാക്കിലാണ് കാണുന്നത്, ഇതിന് പുറകിൽ ഒരു സമയമുണ്ട്, ദ ബിഹൈൻഡ് സീൻസ്. ആ സമയങ്ങളാണ് ആ ട്രാക്കിൽ ഓടുന്ന എന്നെ നിർമ്മിച്ചെടുക്കുന്നത്. ഈ ബിഹൈൻഡ് ദ സീൻസ് അത് വളരെ പെയിൻഫുൾ ആണ്, അത് വളരെ ഹാർഡ് വർക്കിംഗ് ആണ്, അത് വളരെ ബുദ്ധിമുട്ടേറിയതാണ്. ദിസ് ബിഹൈൻഡ് ദ സീൻസ് മേക്ക് ഹൂ ഐ ആം. ഈ പ്രാക്ടീസ് സെഷൻസ് ആണ്, ആ സമയങ്ങളാണ് ലോകത്തിന് കുതിര വേഗത്തിൽ ഓടുന്ന ആ കായിക താരത്തെ സമ്മാനിക്കുന്നത്. തന്റെ സങ്കടങ്ങളോടും ദുരിതങ്ങളോടും അസുഖത്തോടും ഒക്കെ പോരാടി ബോൾട്ട് എന്ന കായിക താരം ഓരോ ഒളിമ്പിക്സ് വേദിയിലും, ഓരോ ട്രാക്കിലും, ഓരോ മത്സരങ്ങളിലും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. That's make difference. ലോകം ഓരോ നിമിഷവും ബോൾട്ടിനായി കൈയടിച്ചുകൊണ്ടിരുന്നു. പിന്നീട് ഒളിമ്പിക്സിന്റെ വേദികൾ മാറി മാറി വന്നുകൊണ്ടിരുന്നു. ഓരോ ഒളിമ്പിക്സിലും സ്വന്തം വിജയത്തെ മറികടക്കാനാണ് ബോൾട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഓരോ തവണയും സ്വന്തം വേൾഡ് റെക്കോർഡ് തിരുത്തി കുറിച്ചാണ് ബോൾട്ട് മുന്നേറിയത്. ബെയ്ജിംഗ് ഒളിമ്പിക്സിൽ 3 റെക്കോർഡുകൾ ബോൾട്ട് സ്വന്തമാക്കി. 9.69 സെക്കൻഡുകൾ കൊണ്ട് ബോൾട്ട് ട്രാക്ക് ഓടിത്തീർത്തു. ഇങ്ങനെ അവനവന്റെ തന്നെ റെക്കോർഡുകൾ പല വട്ടങ്ങളിലായി ബോൾട്ട് തിരുത്തി കുറിച്ചു. ലണ്ടൻ ഒളിമ്പിക്സിലും റിയോ ഒളിമ്പിക്സിലുമൊക്കെ ഇത് ലോകം കണ്ടുകൊണ്ടേയിരുന്നു. ആദ്യമായി ഉസൈൻ ബോൾട്ട് ട്രാക്കിൽ ഇറങ്ങിയ ഒരു സമയമുണ്ട്. അന്നൊക്കെ 100 മീറ്റർ റേസ്, സ്പ്രിന്റ് ഒരു രാജ്യക്കാരുടെ മാത്രം കുത്തകയായിരുന്നു. അന്ന് അവർ ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് ലോകം കൈയടിച്ചപ്പോൾ ബോൾട്ടിന് കൈയടിക്കാൻ കാണികളായി ആരും ഉണ്ടായിരുന്നില്ല. ബോൾട്ടിന് വേണ്ടി ആദ്യത്തെ റേസിൽ ആദ്യത്തെ വിസിൽ മുഴങ്ങിയപ്പോൾ ആരും കൈയടിച്ചില്ല. എന്നാൽ പിന്നീട് അങ്ങോട്ടേക്കുള്ള എല്ലാ ഒളിമ്പിക്സിലും ലോകം കാത്തിരുന്നു. ലോകം കണ്ട ഏറ്റവും വേഗതയുള്ള മനുഷ്യന്റെ കുതിപ്പിനായി. Bolt is an example how hard work makes success. കഠിനാധ്വാനം കൊണ്ട് മാത്രം വിജയിച്ച ഒരു മനുഷ്യൻ, സ്വന്തം പരിമിതികളെ മറികടന്നുകൊണ്ട് അതിനെ തന്റെ ഗുണങ്ങളാക്കി മാറ്റിയ ഒരു മനുഷ്യൻ. ഉസൈൻ ബോൾട്ട് പഠിപ്പിക്കുന്ന പാഠം നമ്മുടെ ജീവിതത്തിലൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. മനുഷ്യന് നടക്കാനാകും, ഓടാനാകും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമുക്കെല്ലാം അത് സാധ്യമാണ്. പക്ഷെ പറക്കാൻ പഠിപ്പിച്ച ഒരാൾ, പറന്ന് കാണിച്ച ഒരാൾ, തൻ്റെ ഓരോ കുതിപ്പിലും
ലോകം അത്ഭുതത്തോടെ ഉസൈൻ ബോൾട്ടിനെ നോക്കി നിന്ന നിമിഷങ്ങൾ. യെസ്, എവിടെയൊക്കെയോ നമ്മുടെ ഉള്ളിലും ഒരു ഉസൈൻ ബോൾട്ട് ഉണ്ടെന്ന് മറക്കാതിരിക്കാം. ആൻഡ് ഇറ്റ്സ് അവർ ടൈം. Get set and go. That's it for today. Thank you for watching. വീഡിയോ ഇഷ്ടമായെങ്കിൽ do like, share, subscribe. നമുക്ക് വീണ്ടും കാണാം. Thank you.